അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളും അവസരങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു 13 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സന്ദർഭങ്ങളിൽ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ റബ്ബിനോട് നാം ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നാം പാലിക്കേണ്ട ചില അദബുകളുണ്ട്, ചില മര്യാദകളുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് മര്യാദകളെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 20ഓളം മര്യാദകൾ പാലിച്ച്, അദബുകൾ പാലിച്ച് വളരെ വിനയാന്വിതനായി റബ്ബിനോട് ദുആ ചെയ്യുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട 20 മര്യാദകൾ, 20 അദബുകൾ, ആദാബുകൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ച് അമല് ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകണം. അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുള്ളൂ. അള്ളാഹു നോക്കിയില്ലെങ്കിൽ പിന്നെന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. ചിലപ്പോൾ നമ്മൾ ചില ഓഫീസുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ടാകും. ആ റൂൾസ് പാലിച്ചാലാണ് നമുക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടുള്ളൂ, അല്ലേ? ചില അവർ നമ്മളോട് പറയുന്ന ചില രൂപത്തിൽ കാര്യങ്ങൾ ചെയ്താൽ, അതേപോലെ ചില മര്യാദകൾ, ഇതൊക്കെ ഏത് രൂപത്തിലുള്ള മര്യാദകളാണ്? നമ്മുടെ പൂർവ്വസൂരികളായ അംബിയ, ഔലിയ, അവരൊക്കെ അള്ളാഹുവിൽ നിന്നൊരു കാര്യത്തെ നേടിയെടുക്കാൻ വേണ്ടി അവർ കാണിച്ചിരുന്ന ചില മര്യാദകളാണ് ഇതൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ വിഷയത്തിലേക്ക് വരിക. ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, ആ മര്യാദകൾ പൂർണ്ണമായും പാലിക്കണം. അതിൽ ഒന്നാമത്തേത്, ദുആ ചെയ്യുന്ന സമയത്ത് ഖിബിലയിലേക്ക് മുന്നിട്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അത് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമാണ്. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മര്യാദ, അതിൻ്റെ അദബ് എന്ന് പറയുന്നത്, ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് പാലിക്കേണ്ട മര്യാദ, അദബ്, ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഖിബിലയിൽ നിന്നും തെറ്റണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിലല്ലാത്ത സന്ദർഭങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് ഒന്ന് തിരിഞ്ഞിരിക്കണം എന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മിമ്പറിലിരുന്ന് മിമ്പറിൽ ഖത്തീബ് ഖുതുബ ഓതുന്ന സമയത്തുള്ള ദുആ, അത് ഖിബിലയിലേക്ക് മുന്നിട്ടിട്ടല്ലല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലല്ലാത്ത സന്ദർഭങ്ങളിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒന്നാമത്തേതായി പാലിക്കേണ്ടത് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ. രണ്ടാമത്തേത്, കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കരങ്ങൾ ഉയർത്താറുണ്ടായിരുന്നു എന്ന് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലയിൽ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തി ദുആ ചെയ്തിരുന്നു, അല്ലേ? ബദറിൻ്റെ ആ രണാങ്കണത്തിൽ വെച്ച്, ബദർ യുദ്ധവേളയിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞ സംഘം, അല്ലേ, 3/1 മാത്രമേ അതിലുള്ളൂ. അതിനേക്കാളും വളരെ ദുർബലരായ, ക്ഷീണിച്ച അവശരായ ഒരു 313ഓളം വരുന്ന സ്വഹാബാക്കൾ, ആയിരങ്ങൾ, ശക്തരും മല്ലരുമായ ആയുധങ്ങളേന്തി ആയിരങ്ങളോട് യുദ്ധം ചെയ്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കാഴ്ചവെച്ചു. അതെങ്ങനെയാണ്? അത് ആത്മസമർപ്പണത്തിൻ്റെയും ദുആഇൻ്റെയും പിൻബലം കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയിൽ അവിടുത്തെ വിറയാർന്ന കരങ്ങൾ, നിറയാർന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകൂല എന്ന് പറഞ്ഞ് റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിയപ്പോൾ അള്ളാഹു ആ ദുആ സ്വീകരിച്ചില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ദുആവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു ദുആ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇരുകരങ്ങളും അങ്ങനെ ഉയർത്തിയിട്ട് ആ രൂപത്തിൽ ദുആ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ അദബ്. മൂന്നാമത്തെ പാലിക്കേണ്ട അദബ്, ദുആ കഴിഞ്ഞ ശേഷം 2 കൈ കൊണ്ടും മുഖം തടവുക എന്നുള്ളതാണ്. ദുആ കഴിഞ്ഞ ശേഷം മുഖം തടവുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി അവിടുത്തെ കൈ നീട്ടിയാൽ പിന്നെ ആ കൈ കൊണ്ട്
മുഖം തടവാറുണ്ടായിരുന്നു എന്ന് മഹാനരായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തടവുക, അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. ദുആഇൻ്റെ മര്യാദയാണ്, അദബുകൾ പാലിച്ച് ദുആ ചെയ്യുക. 4, ശബ്ദമുയർത്താതെ ദുആ ചെയ്യുക. ഇങ്ങനെ അട്ടഹസിച്ച് ദുആ ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും ആ സന്ദർഭത്തിൽ അവിടുന്ന് ഇങ്ങനെ സ്വാഭാവികമായിട്ടും ചില ആളുകൾ നല്ല ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രകൃതിയുള്ളവർ, ചില ആളുകൾ നല്ല ഉച്ചത്തിൽ സംസാരിക്കും, ഉച്ചത്തിൽ ദുആ ചെയ്യുന്ന അയാളുടെ പ്രകൃതി. അങ്ങനെയുള്ളതല്ല പറയുന്നത്. നേരെ മറിച്ച് വെറുതെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ വെറുതെ പൊലിപ്പിച്ച് പറഞ്ഞിങ്ങനെ ദുആ ചെയ്യുക, നല്ല ശബ്ദത്തിൽ ഇങ്ങനെ ബോധപൂർവം അങ്ങനെ ശബ്ദം ഉയർത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശബ്ദമുയർത്താതെ ദുആ ചെയ്യുക. മഹാനരായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അങ്ങനെയാണ് ദുആ ചെയ്തിരുന്നത്. അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവായ മറിയം ബീവി റളിയല്ലാഹു അൻഹായെ കൊണ്ട് ഭാഗ്യവാനായില്ലേ. അപ്പോൾ ശബ്ദമുയർത്താതെ വളരെ ലഘുവായിട്ട് പതുക്കെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. 5-ാമത്തെ അദബ്, പ്രാസമൊപ്പിക്കാതെ. ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ സാഹിത്യ പദങ്ങളൊക്കെ ഉപയോഗിച്ച് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ അവസാനത്തേക്ക് പ്രാസമൊപ്പിച്ച് ഒരു രസത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ചില പദങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഈ ദുആ ചെയ്യുന്ന ആളുടെ അവസ്ഥ അത് സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു ദുആ ആയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പ്രാസമൊപ്പിച്ച് ദുആ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതിനോടൊരു യോജിപ്പ് അതിന് കാണുന്നില്ല. എന്നാൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ചില പ്രാസമൊപ്പിച്ച ദുആകളുണ്ട്. അതൊക്കെ അങ്ങനെ ഒപ്പിച്ചുണ്ടാക്കിയതല്ല. അത് ആ സമയത്ത് അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അറബികളില്ലേ, അവർ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ അവരുടെ പദങ്ങളിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ദുആകൾ നമുക്ക് ദുആ ചെയ്യുക എന്നല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രാസമൊപ്പിച്ച് ദുആൻ്റെ ലക്ഷ്യത്തെ മറക്കുന്ന രൂപത്തിലുള്ള പ്രാസമൊപ്പിച്ചുള്ള ദുആക്കൊന്നും അത് ദുആഇൻ്റെ അദബിൽ പെട്ടതല്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ദുആകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. 6-ാമത്തെ അദബ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും തുടങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഇപ്പം എല്ലായി അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ, അള്ളാഹുവിനെ സ്തുതിച്ചു. പിന്നെ അതിനുശേഷം സ്വലാത്തു ചൊല്ലി, മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലി, അവിടുത്തെ കുടുംബങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലി. ഇങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അത് ദുആ ചെയ്യാൻ, അത് ഇജാബത്ത് കിട്ടാനും അതേപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിലും പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുമ്പോൾ മാത്രമല്ല, ദുആ അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തന്നെ ദുആ അവസാനിപ്പിക്കുക. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദുആ അവസാനിപ്പിക്കലായി. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്യുക. സഹോദരിമാർ, സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കുള്ള ദുആകളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഫസ്റ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് അതേപോലെ കാണാതെ പഠിച്ചു വെക്കുക. അവസാനം ഇപ്പോൾ പറഞ്ഞല്ലോ, അവസാനം പഠിപ്പിച്ചതും പറഞ്ഞതും അതേപോലെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഏത് ദുആ കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തിൽ ഏത് ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ ഇത് ചേർത്ത് കൊടുക്കുക, അവസാനത്തിൽ ഇതും ചേർത്ത് കൊടുക്കുക. ആദ്യത്തിൽ എപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോഴും ആദ്യത്തിൽ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. എന്നിട്ട് നിങ്ങൾ മലയാളത്തിലോ ഇഷ്ടമുള്ള പോലെ എങ്ങനെയോ ദുആ ചെയ്യുക. അതിനുശേഷം അവസാനം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى إذا نشرت لك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إذا نجرت لك إن شاء الله പഠിച്ചു ചൊല്ലിട അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തത് എട്ടാമത്തത് സർവ്വ തെറ്റുകളിൽ നിന്നും ഖേദിച്ച് മടങ്ങിക്കൊണ്ടുള്ള ദുആ ആയിരിക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ചെയ്തവരാണ്, അതിൽ നിന്ന് അങ്ങനെ തെറ്റുകൾ ചെയ്തവരാണെങ്കിലൊക്കെ ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും ഒരു പശ്ചാത്താപ മനസ്സുണ്ടായിരിക്കുക. തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം എപ്പോഴും. അതിനനുസരിച്ച് ഇങ്ങനെ തെറ്റ് ചെയ്യാൻ മനസ്സുണ്ടാവുക അങ്ങനെയല്ല. തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നതാണ്. ബോധപൂർവം നമ്മൾ ഒരു തെറ്റും ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയ തെറ്റുകളെ തൊട്ട് എപ്പോഴും ഒരു പശ്ചാത്താപം ഉണ്ടാകുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇബ്ലീസിൻ്റെയും ഷെയ്ത്താനിൻ്റെയൊക്കെ ഷെറിൽ പെട്ടിട്ട് എപ്പോഴെങ്കിലൊക്കെ കുടിച്ചു പോയ മദ്യത്തിൻ്റെ പേരിൽ, എപ്പോഴെങ്കിലൊക്കെ ഇടപെട്ടു പോയ ഹറാമിൻ്റെ ബന്ധങ്ങളുടെ പേരിലൊക്കെ ഒരു പശ്ചാത്താപ മനസ്സും ഒരു ഖേദമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കാനും നമുക്കൊരു പശ്ചാത്താപ മനസ്സുണ്ട് എന്ന് അവന് മനസ്സിലാക്കാനും ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള മര്യാദകളിലും അദബുകളിലൊക്കെ പെട്ടതാണ്. എട്ടാമത്തെ അദബ് അതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. എൻ്റെ റബ്ബ് നാളെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുമോ എന്നോട്, ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുക? എനിക്ക് അള്ളാഹു ഇങ്ങനെ ആരോഗ്യം നൽകി, എനിക്ക് അള്ളാഹു ഇങ്ങനെ കാഴ്ചശക്തി നൽകി, എനിക്ക് അള്ളാഹു ഇങ്ങനെ നടക്കാനുള്ള കഴിവ് തന്നു, അതുകൊണ്ടല്ലേ എനിക്ക് നടക്കാൻ പറ്റിയത്. ചില ആളുകളൊക്കെ ജന്മനാ വൈകല്യം കൊണ്ട് പ്രസവിക്കപ്പെടുന്നവരില്ലേ, അവരൊന്നും ഈ തെറ്റുകൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കാലില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും റബ്ബിനെ കൊണ്ട് ഖേദിക്കുക. നമുക്ക് കാലെന്നുകൊണ്ടല്ലേ നമ്മൾ അവിടെ പോയിട്ട് മദ്യപിച്ചത്, നമുക്ക് കാലെന്നുകൊണ്ടല്ലേ നമ്മൾ ഹറാമിൻ്റെ ബന്ധങ്ങളിൽ അവിടെ പോയിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ നന്ദികേടിലായി ജീവിക്കുന്ന നമ്മുടെ ഈ ദുർഗതിയെ ആലോചിച്ചും എപ്പോഴും റബ്ബിലേക്ക് ഇങ്ങനെ ഖേദിച്ച് മടങ്ങുക. അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. ഒമ്പതാമത്തത് വളരെ ആത്മാർത്ഥതയോടെയും വിനയത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്മയോടുകൂടെ ചോദിക്കുക. ചോദ്യത്തിൽ തന്നെ ആ വിനയത്വവും താഴ്മയൊക്കെ വേണം. അപ്പോൾ അള്ളാഹു അങ്ങ് നൽകും. പത്താമത്തത് ആഗ്രഹവും ഭയവും വെളിവാക്കുക എന്നുള്ളതാണ്. സങ്കടപ്പെട്ടുകൊണ്ടും രഹസ്യമായിക്കൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് സങ്കടപ്പെടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ചില വിഷമങ്ങളും പ്രയാസങ്ങളും കൊടുത്ത് വേദനിപ്പിക്കും എന്നുള്ളതാണ്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് സങ്കടപ്പെടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുക്കുന്നുള്ളതാണ്. എന്നിട്ട് അവനെ വേദനിപ്പിക്കും. എന്നാലേ അവൻ അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് ചോദിക്കുള്ളൂ. അത് അള്ളാഹുവിനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട രൂപം എന്ന് പറയുന്നത് വളരെ ആഗ്രഹത്തോടുകൂടെ എന്നാൽ ഭയത്തോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 11ാമത്തത് ശറഇന് വിരുദ്ധമായ കാര്യങ്ങളെ കൊണ്ട് ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഹറാമിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക. എനിക്കൊരു ലോണ് പാസ്സായി കിട്ടണം, ദുആ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ടതാവൂലേ? അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഏത് വിഷയമാണെങ്കിലും ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹുവിനോട്, ദീന് നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക. അത് ദുആ ചെയ്യുന്നതിൻ്റെ അദബുകളിൽപ്പെട്ടതാണ്. 13ാമത്തത് ദുആ ചെയ്ത് കഴിഞ്ഞാൽ 2 കൈകൊണ്ട് മുഖം തടവുക. അത് പറഞ്ഞു അല്ലേ. 13
നമുക്ക് അനുയോജ്യമല്ലാത്ത സ്ഥാനങ്ങളും പദവികളൊക്കെ എന്താ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ ആകാശത്തേക്ക് പ്രവാചകന്മാരുടെ പദവി, അതേപോലെ തന്നെ എന്താ ഒരു യോജിപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ആകാശത്തേക്ക് കയറണം, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 14-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ചോദിക്കുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് 3 തവണ ചോദിക്കുക. നമ്മൾ ചോദിക്കുന്ന കാര്യമൊക്കെ ആവർത്തിച്ച് ഒരു 3 തവണ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അത് 3 തവണ ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് അത് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണ്. അത് അദബിൽപ്പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടതാണ്. അടുത്തത് സ്വന്തം ശരീരം, നമ്മുടെ സ്വന്തം ശരീരം, അതേപോലെ തന്നെ മക്കൾ, നമ്മുടെ സമ്പത്ത് എന്നിവയ്ക്കെതിരായി ദുആ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്കെതിരായി ദുആ ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരം, ഇതിനൊക്കെ എതിരായിട്ട് ദുആ ചെയ്യാതിരിക്കുക. 17 ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടോ അലസതയോടുകൂടെയോ ദുആ ചെയ്യാതിരിക്കുക എന്നുള്ള. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ വളരെ വിനയാന്വിതനായി അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. 18 അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പവിത്രമായ 99 നാമങ്ങൾ. അത് കാണാതെ അറിയുന്നവരാരും ഇല്ലല്ലോ, അല്ലെ? കാണാതെ അറിയാത്തവരാരും ഇല്ലല്ലോ. എല്ലാവരും അത് കാണാതെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് സ്വർഗം പ്രവേശിക്കാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അസ്മാ ഉൽ ഹുസ്ന, അത് ആ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, അവകളെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാതെ പഠിക്കുക, അത് മുൻനിർത്തി അതിലുള്ള ഏതെങ്കിലും ഇസ്മുകളെ കൊണ്ടൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലെങ്കിൽ മുഴുവൻ അസ്മാഉൽ ഹുസ്നയും ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. 19 അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്തുണ്ട്. അസ്മാഉൽ ഹുസ്ന നമ്മളതാണല്ലോ നമ്മുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതും. 19 സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, അംബിയാഇനെ, ഔലിയാഇനെ ഇവരെയൊക്കെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അംബിയാഇനെ, ഔലിയാഇനെ മുൻനിർത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്ത എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയിട്ട്. അങ്ങനെ പൂർവ്വസൂരികളായ ആളുകളൊക്കെ അങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവരവരുടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നേടിയെടുക്കാൻ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകളിലൊക്കെ പെടുമ്പോൾ കുറേ ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും പ്രധാനപ്പെട്ട വല്ല ഗുഹാമുഖത്തൊക്കെ അവർ ഉള്ളിൽ അകപ്പെട്ടു പോകുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ റബ്ബിനോട് ദുആ ചെയ്യൽ, ഞാൻ എൻ്റെ ഉമ്മാക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പാവപ്പെട്ട ആൾക്ക് ഇങ്ങനെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു നന്മ മുൻനിർത്തി റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ദുആ ചെയ്തിരുന്ന വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു. അങ്ങനെ ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ദുആ ഉണ്ടായിരിക്കുക, അത് ദുആഇൻ്റെ അദബിൽപ്പെട്ടതാണ്. അങ്ങനെ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും. 20-ാമത്തത് വളരെ പ്രധാനപ്പെട്ടത്, ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കേൾക്ക്. ശറഇൽ നിഷിദ്ധമായ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അത് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ചവരായിരിക്കണം. ഹറാമിൻ്റെ ഭക്ഷണം നമ്മുടെ വയറിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇജാബത്ത് അങ്ങേറ്റത്തെ റയറാണ്. കാരണം ഹറാമല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഹറാമിൻ്റെ ഭക്ഷണം കഴിക്കാതിരിക്കണം, അത് നല്ലോണം ശ്രദ്ധിക്കണം. ഹറാമാണെന്ന് ഉറപ്പുള്ള ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കരുത്, ഒരു വെള്ളവും നമ്മൾ കഴിക്കരുത്. അള്ളാഹു നമുക്ക് ഇതൊക്കെ അനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിനല്ലേ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ, ദുആക്ക് ഇജാബത്തുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടണം. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പോലെ ആവണം. നമ്മളെന്ത് ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി നമ്മുടെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക. ഈ പറഞ്ഞ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലുന്ന മജ്ലിസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക.